പരസ്യ പ്രചാരണത്തിനും നിശബ്ദ പ്രചാരണത്തിനുമായി ഇനി ആകെയുള്ളത് 3 പകലാണ്. നേരത്തെ പറഞ്ഞു. പൗരന്മാർ വോട്ടേറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞ ഈ ഘട്ടത്തിൽ മുന്നണികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് പരമപ്രധാനമാണ്. ഇത്തവണ 20-ൽ 20 എന്ന് പ്രഖ്യാപിച്ചാണ് KC വേണുഗോപാലിനെ UDF ആലപ്പുഴയിൽ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ 4-5 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് പറഞ്ഞു. ഒറ്റ സീറ്റ് എന്ന കഴിഞ്ഞ തവണത്തെ നാണക്കേട് ഇത്തവണ ഉണ്ടാകില്ലെന്ന് LDF ഉറച്ചു പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞ ഇരട്ടാക്ക സീറ്റ് BJP നേതാക്കൾ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല എങ്കിലും ചരിത്രം കുറിക്കുമെന്നാണ് അവരുടെ അവകാശവാദം. 2019-ലെ UDFന്റെ ക്ലീൻ സ്വീപ്പ് പഞ്ച് ഹിറ്റായിരുന്നു പലർക്കും. എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറി. LDFന് തുടർഭരണം ലഭിച്ചു. കൊടും ചൂടിലും കത്തിക്കയറിയ തിരഞ്ഞെടുപ്പ് പ്രചരണം ചില സൂചനകൾ നൽകുന്നുണ്ട്. ആദ്യം കളം നിറഞ്ഞത് ആരാണെങ്കിലും കൊട്ടിക്കലാശത്തോടടുക്കുമ്പോൾ 3 മുന്നണികൾക്കും പ്രതീക്ഷകൾ പലത്. ദേശീയ പ്രാദേശിക വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായത്, ദേശീയ നേതാക്കളുടെ അടക്കം കേരളത്തിലേക്കുള്ള ഒഴുക്ക്, വിവാദ വിഷയങ്ങൾ മാറി മാറി വന്നതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഇളക്കിമറിച്ചു. 20-ൽ 20 UDFന്റെ ആത്മവിശ്വാസം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായുള്ള ജനവികാരം ആളിക്കത്തുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ മുന്നണിയുടെ പേരിൽ പഴികേട്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇത്തവണയും പ്രതീക്ഷയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം മറ്റൊരു സാധ്യത. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന് മൗനമെന്ന ഇടത് ക്യാമ്പ് വിമർശനം തൊടുത്തെങ്കിലും പ്രചാരണത്തിന്റെ പല ഘട്ടങ്ങളിലും UDF നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ചു. തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വീണുകിട്ടിയ ആയുധമായിരുന്നു പൗരത്വ നിയമ ഭേദഗതി. ആ വാളുകൊണ്ട് BJPയെയും കോൺഗ്രസിനെയും ഇടത് ക്യാമ്പ് ഒരേപോലെ നേരിട്ടു. 2019-ലെ കനത്ത പരാജയത്തിന്റെ ഭീതിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെടുത്ത ജാഗ്രത ഫലം കണ്ടെന്നും വിലയിരുത്തലുണ്ട്. ആലത്തൂരിൽ ഉൾപ്പെടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ ഇറക്കി UDFന്റെ ഈസി വാക്കോവറിന് പ്രതിരോധമുയർത്തി. മുഖ്യമന്ത്രി തന്നെ പൗരത്വ നിയമ വിഷയം പലതവണ ഉയർത്തി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ഈ ഘട്ടത്തിൽ ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതികരണമില്ല. അപ്പോഴില്ല. വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോൾ അവിടെ നിന്നെങ്കിലും പ്രതികരിക്കുമെന്ന് വിചാരിച്ചു. അവിടെയുമില്ല. എന്താണ് അങ്ങനെ വരാൻ കാരണം? പക്ഷേ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമോ, മാസപ്പടിയിൽ മുഖം നഷ്ടമാകുമോ എന്നൊക്കെ ആശങ്കകൾ പലതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിക്കടിയുള്ള വരവിൽ കേരളത്തിൽ ചരിത്രം കുറിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. സ്ഥാനാർത്ഥികളായി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്തെ പാർട്ടിയുടെ അമരക്കാരനും. പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ താമര വിരിയുമെന്ന് BJP ചോദിക്കുന്നു. തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശൂരും BJPയുടെ പ്രതീക്ഷകളാണ്. ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നും BJP. പൗരത്വ നിയമവും കേരള സ്റ്റോറിയും തൃശൂർ പൂര വിവാദവുമെല്ലാം ചർച്ചയായി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ആത്മവിശ്വാസമാകും കൊട്ടിക്കലാശത്തിൽ പ്രകടിപ്പിക്കുക. പക്ഷേ ജനമനസ്സ് എങ്ങനെ ചിന്തിക്കുമെന്നതിലാണ് കാര്യം. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.